ഏതാണ്ട് 6 മണിക്കൂറിലേറെ കാത്തുനിന്നതിന് ശേഷമാണ് ഈ ഗംഗാവാലി പുഴയിൽ നിന്നും ഈ ഡ്രഡ്ജർ ഇപ്പോൾ ഗംഗോത്രി പാലം കടന്ന് ഇപ്പോൾ മുകളിലേക്ക് പോകുന്നത്. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ ഇതിനൊപ്പം ഉണ്ടായിരുന്ന മണ്ണ് നീക്കാൻ ഉപയോഗിക്കുന്ന വെസലുണ്ടായിരുന്നു. ആ വെസൽ വഴികാട്ടിയ ഇടത്തിലൂടെയാണ് ഇപ്പോൾ ഡ്രഡ്ജർ ഈ വെസൽ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് 2 കിലോമീറ്റർ മുകളിലായിട്ട് ഒരു പാലം കൂടിയുണ്ട്. അത് റെയിൽവേയുടെ പാലമാണ്, കൊങ്കൺ റെയിൽവേയുടെ പാലമാണ്. ആ പാലത്തിൽ കുറെ കൂടി ഉയരമുള്ളത് കൊണ്ട് തന്നെ അവിടെ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാവുമെന്ന് ഈ ഘട്ടത്തിൽ കരുതാൻ കഴിയില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ പുഴയുടെ അടിഭാഗത്ത് പല സ്ഥലങ്ങളിലും ഈ പാറക്കെട്ടുകളുണ്ട്. ആ പാറക്കെട്ടുകൾ ഏതെങ്കിലും തരത്തിൽ പ്രശ്നം സൃഷ്ടിക്കുമോ എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ. പക്ഷേ അത് മുമ്പായി തന്നെ നാവിക സംഘവും അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധരുമൊക്കെ വഴി കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ആ വഴി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്നലെ തന്നിരുന്ന വിവരങ്ങൾ പ്രകാരം വേലിയേറ്റ സമയത്തായിരിക്കും മുകളിലേക്കുള്ള പോക്കുണ്ടാവുക എന്നാണ് പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ എത്തിയിരിക്കുന്ന ഈ ഡ്രഡ്ജർ ഏതാണ്ട് 6 മണിക്കൂറോളം കാത്തുനിന്നതിന് ശേഷം വീണ്ടും ഇപ്പോൾ മുകളിലേക്ക് പോകുന്നു. ഇനി ഇവിടെ കാത്തുനിന്നതിന് ശേഷമാണോ ഇനിയും മുകളിലേക്ക് പോകുക എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും ഈ ഡ്രഡ്ജർ ഇവിടെ ദുരന്തമുഖത്ത് എത്തിയതിന് ശേഷം അതിൽ നിന്ന് ഊരി മാറ്റിയിരുന്ന ആ കാലുകൾ സ്ഥാപിക്കേണ്ടതുണ്ട്. ഇതിനായി 4 മണിക്കൂറിലേറെ സമയം വേണ്ടിവരുമെന്നാണ് കപ്പൽ കമ്പനി ഏതായാലും വ്യക്തമാക്കിയിരിക്കുന്നത്. അത് നാളെ രാവിലെയോട് കൂടി തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ കൂടി അവർ പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും നാവിക സംഘം പലതവണ ഇവിടെ വന്ന് പരിശോധന നടത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ ലോഹവസ്തു കണ്ടെത്തിയിരുന്ന സ്ഥലം, അതായത് ലോറി ഉണ്ട് എന്ന് സംശയിക്കുന്ന സ്ഥലത്തിന് ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ പലതവണ അവൾ പരിശോധന നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ നാളെയും അവർ ഒരു വട്ടം കൂടി പരിശോധന നടത്തും. അതിനുശേഷമായിരിക്കും ഡ്രഡ്ജർ ആ മേഖലയിലേക്ക് എത്തിച്ച്, അതായത് കോണ്ടാക്ട് 1, 2 എന്നീ 2 മേഖലകളിലേക്ക് എത്തിച്ച് ഈ മണ്ണു മാറ്റുന്ന പ്രക്രിയയ്ക്ക് തുടക്കം കുറിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഏതാണ്ട് രാവിലെ 10 മണിയോട് കൂടി തന്നെ ആരംഭിക്കാൻ കഴിയുമെന്നാണ് ഇന്നിപ്പോൾ അഭിഷേനിയ കപ്പലിൻ്റെ ഉടമ കൂടിയായ മഹേന്ദ്ര ധോക്രെ നമ്മോട് നേരത്തെ പറഞ്ഞിരിക്കുന്നത്. മറ്റേതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഇനി ഉണ്ടാവാനുള്ള സാധ്യതയില്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്.